വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ EVSന്റെ ടേൺ ആണിത് അല്ലേ. അപ്പൊ EVSലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മുൻ വർഷത്തിൽ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം 3ാം ക്ലാസ്സിൽ എല്ലാ മക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്റെ മക്കൾ ശ്രദ്ധിച്ചോളൂ. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ സ്യൂട്ടബിൾ ട്രാഫിക് സിഗ്നൽ ടു ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് സ്കൂൾസ് അല്ലെ. സ്കൂൾസിന്റെ മുമ്പിൽ എന്താണ് നമുക്ക് ഈ പറയുന്ന പോലെ സിഗ്നൽ ബോർഡുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് സ്കൂളിന്റെ മുമ്പിലായിട്ട് സ്ഥാപിക്കാനായിട്ട്? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഈ കാണുന്ന ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് നോ ഹോണിന്റെ സിമ്പിൾ ആണ് അല്ലെ. അല്ലെങ്കിൽ ഈ ഒരു ട്രാഫിക് സൈൻ എന്ന് പറയുന്നത് അവിടെ ഹോൺ അടിക്കാൻ പാടില്ല എന്ന് കാണിക്കുന്നതാണ്. രണ്ടാമത്തെ നമുക്കറിയാം അതൊരു സ്കൂളിൻ്റെതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് നമുക്കറിയാം അതൊരു പെട്രോൾ പമ്പാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഈ 4ാമത്തതാണ് അല്ലെ. കണ്ടോ, നിങ്ങളെ പോലെയുള്ള കുഞ്ഞു കുട്ടികൾ ബാഗൊക്കെ പിടിച്ച് പോകുന്നത്. അപ്പൊ സ്കൂൾ ഉണ്ട്, നമ്മൾ പതിയെ പോകണം എന്ന് പറയുന്ന ആ ഒരു അല്ലെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സൈൻ ആണ് അല്ലെ, സൈൻ ബോർഡാണ് നമ്മളിവിടെ കാണുന്നത്. സോ 4ാമത്തതായിരുന്നു, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ നിങ്ങൾ, മാച്ച് ദ ക്രീച്ചേഴ്സ് ആൻഡ് ദെയർ നെസ്റ്റ് ബൈ ഡ്രോയിങ് ലൈൻസ്. ജീവികളും അവയുടെ വാസസ്ഥലങ്ങളും കൃത്യമായി വരച്ച് യോജിപ്പിക്കുക. അപ്പൊ 3 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒന്നാമത്തെ പിക്ചർ, രണ്ടാമത്തെ പിക്ചർ, മൂന്നാമത്തെ പിക്ചർ, 3ഉം വ്യത്യസ്ത തരത്തിലുള്ള കൂടുകളാണ്. ഇപ്പുറത്ത് ആരൊക്കെയുണ്ട്? ഹണി ബി, തേനീച്ചയുണ്ട്. ചിതൽ അല്ലെ, ടെർമേറ്റ്സ് ഉണ്ട്. ക്രോ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ആരുണ്ട്? കാക്കയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? നോക്കിക്കോളൂ. ഹണി ബി എന്ന് പറയുന്നത് തേനീച്ചയാണ് അല്ലെ. അപ്പൊ തേനീച്ചയുടെ കൂട് ഇവിടെ ഏറ്റവും താഴെയാണുള്ളത് അല്ലെ. തേനൊക്കെയുള്ള, നമ്മൾ ഈ തേനീച്ച കൂട് എടുക്കാൻ പോകുമ്പോഴാണ് തേനീച്ച നമ്മളെ കുത്താൻ വരിക അല്ലെ. അപ്പൊ അവിടേക്ക് നമുക്കതിനെ വരച്ച് ചേർക്കാം. ഇനി ഈ ഒന്നാമത് കാണുന്നത് ചെതലാണ്. ചെതൽ പുറ്റുകൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കത് വരച്ച് ചേർക്കാം അല്ലെ. ഇനി ഇടയിൽ ഒരാളല്ലേ ഉള്ളൂ, അത് നമ്മുടെ കാക്കയുടെ കൂടായിരിക്കും അല്ലെ, പക്ഷികളുടെ കൂടായിട്ട് നമുക്കതിനെ തോന്നുന്നുണ്ട്. സോ അതും നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് ചേർക്കാം ഭംഗിയായിട്ട്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും ചോദിക്കില്ല എന്ന്, പക്ഷെ ഇത് നിങ്ങളുടെ തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിലെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ വിവിധ തരം കൂടുകളൊക്കെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം, നോക്കി വെക്കണം. ചാപ്റ്റർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയേ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ട്രാഫിക് റൂൾസ് ആർ ഒബെയ്ഡ് അല്ലെ. ഈ ചിത്രത്തില് ട്രാഫിക് നിയമങ്ങളാണ് ഞാനിതാ ഇവിടെ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രാഫിക് നിയമങ്ങള് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് ഈ പിക്ചറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ നിങ്ങൾ, ഇവിടെ ഇവിടെ ഒരു സിഗ്നൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ജംഗ്ഷനിലുള്ള സിഗ്നൽ ലൈറ്റുകൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിർത്തി വെക്കുന്നത് കാണുന്നുണ്ട്. സീബ്ര ലൈനിൽ മുന്നിലായിട്ട് നിർത്തിയതും പോകുന്നതും അതിനനുസരിച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം. അതേപോലെ ഇവിടെ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവര് സീബ്ര ലൈനിലൂടെ മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ. സിഗ്നൽ അനുസരിച്ച് അവരൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, യാത്ര ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും? അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം. ജംഗ്ഷനിലെ വാഹനങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോയിങ് ട്രാഫിക് സിഗ്നൽസ് അല്ലെ, ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഏതാന്ന് നമുക്കിപ്പോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം അതിനനുസരിച്ചാണ് ഇവിടെ വാഹനങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. കാരണം ഇവരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇതിനകത്തൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെഡസ്ട്രിയൻസ് അല്ലെ, കാൽനട യാത്രക്കാര് സീബ്ര ക്രോസിംഗിലൂടെ മാത്രമാണ് റോഡ് മുറിച്ച് കടക്കുന്നത്. അതാണ് ഇവരിവിടെ വെയിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. സോ അത് 2 പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് എഴുതാം. അതുപോലെ ഫുട്പാത്തിലൂടെ ആളുകൾ നടക്കുന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എഴുതാം കേട്ടോ. അതൊക്കെ എന്താണ്, ഈ പറയുന്ന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഒന്നുമില്ല, പിക്ചർ തന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെ ട്രാഫിക് നിയമങ്ങളാണ് അല്ലെങ്കിൽ പാലിക്കപ്പെടുന്നത് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഒന്ന് നമ്മൾ ഈ സൈനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, സിഗ്നൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ നമ്മുടെ സീബ്ര ലൈൻ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത നോക്കിയേ, റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ഓൺ ദ നീഡ് ഓഫ് ഒബേയിങ് ട്രാഫിക് റൂൾസ് അല്ലെ. ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക.
ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ട്രാഫിക് നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള അപകടങ്ങളുടെ നിരക്കുകൾ, റോഡിലുള്ള അപകട നിരക്കുകൾ ഇങ്ങനെ ഉയരാനായിട്ട് തുടങ്ങും അല്ലെ. നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വാഹനം ഓടിക്കുന്ന ആളുകളായിക്കോട്ടെ, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, കാൽനട യാത്രക്കാരായിക്കോട്ടെ, എല്ലാവരും എന്ത് ചെയ്യണം? ഈ നിയമങ്ങൾ പാലിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഈ അപകടങ്ങളെ തടയാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഈ വെഹിക്കിൾസ് ആർ ഡ്രിവൻ ഒബ്സർവിംഗ് ട്രാഫിക് റൂൾസ് മെനി ആക്സിഡന്റ്സ് ക്യാൻ ബി അവോയ്ഡഡ് അല്ലെ. റോഡ് നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഒരുപാട് അല്ലെ, വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പെഡസ്ട്രിയൻ, പാസഞ്ചർ ഇൻ ബസ്സസ് ആൻഡ് ബൈസിക്കിൾസ്, റൈഡേഴ്സ് എക്സെട്ര ഷുഡ് ഓൾസോ ഫോളോ ട്രാഫിക് റൂൾസ് അല്ലെ. അതായത് കാൽനട യാത്രക്കാരായിക്കോട്ടെ, ബസ് യാത്രക്കാരായിക്കോട്ടെ, സൈക്കിൾ യാത്രക്കാരായിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ തന്നെ എന്ത് ചെയ്യണം? അവരുടേതായിട്ടുള്ള ഓരോ നിയമങ്ങൾ ഉണ്ടല്ലേ. ഓരോരുത്തർക്കും ഓരോ നിയമങ്ങൾ നമുക്ക് അറിയാം അല്ലെ. ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പാലിക്കേണ്ട നിയമങ്ങളായിരിക്കത്തില്ല നടന്നു പോകേണ്ട ആള് പാലിക്കേണ്ടി വരിക. അപ്പൊ അത് ഏതാണോ അതനുസരിച്ച് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പാലിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഓൺലി ദെൻ വിൽ അവർ ജേർണി ആൻഡ് അവർ ലൈഫ് ബി സേഫ്. നമ്മുടെ യാത്രയും നമ്മുടെ ജീവിതവും അങ്ങനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സേഫ് ആയിട്ടിരിക്കുള്ളൂ. ഇതെന്റെ മക്കൾ ബൈഹാർട്ട് ചെയ്യേണ്ട പോയിന്റ് ഒന്നും അല്ല. പക്ഷേ എന്റെ മക്കൾ എന്ത് ചെയ്യാ? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതാനുള്ള പോയിന്റ്സുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പ്രാക്ടീസ് ചെയ്യുക, എഴുതി പഠിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയുവാണെങ്കിൽ. അപ്പൊ ട്രാഫിക് സിഗ്നലുകളായിക്കോട്ടെ, ട്രാഫിക് നിയമങ്ങളായിക്കോട്ടെ, ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുള്ള വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മുടെ പരീക്ഷയിൽ ഇതൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെടുത്ത് പറയുവാണ്. ഇപ്പൊ 3ാം ക്ലാസ്സിലെ മക്കളാണ്. നമുക്കറിയാം, നമുക്ക് ഈ പറയുന്ന പോലെ സൈലത്തിൽ വേറെ ബാച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 4ാം ക്ലാസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മക്കളെ, നിങ്ങളെ കാത്തിട്ടുള്ള നമ്മുടെ ബാച്ച് റെഡിയാണ്, പ്രാണ ബാച്ച്. അപ്പൊ ഇപ്പൊ ഇതാ എജ്യു ഫസ്റ്റ് ഓഫർ ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അത് മാത്രമല്ല കേട്ടോ, ഈ കൂട്ടത്തിൽ തന്നെ എന്താണ്, മാർച്ച് 20ന്റെ ഉള്ളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് മേടിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട്. 5 പേർക്ക് കേട്ടോ, ലക്കി ആയിട്ടുള്ള 5 പേർക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും മക്കൾ ജോയിൻ ചെയ്യില്ലേ? കാരണം 4ാം ക്ലാസ്സിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലെ, LSS എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള, ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, തുടക്കം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ബാച്ചിൽ 2 പ്ലാനുകളായിട്ടാണ് ക്ലാസ്സുകളൊക്കെ പോകുന്നത്. ഒന്ന് ബേസ് പ്ലാൻ ആണ്, മറ്റൊന്ന് ഇൻഫിനിറ്റി പ്ലാൻ ആണ്. ഇപ്പൊ നോർമലി നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, അതിന്റെ നോട്ട്സ് ആയിക്കോട്ടെ, ഓരോ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്തു പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിവിഷൻ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻ ടെസ്റ്റുകൾ, അതിന്റെ ഡിസ്കഷൻസ്, ഇതൊക്കെ ഇതാ നമ്മുടെ ബേസ് പ്ലാനിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ പേൾ വീഡിയോസ് എന്ന് പറയുന്നത്. അതായത് ഓരോ പാഠഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് വളരെ ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലാസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതാണ് നമ്മുടെ പേൾ വീഡിയോസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ബാച്ചുകൾ, നമ്മുടെ എൻ ഗെയിം റിവിഷൻ ബാച്ച് എന്നൊക്കെ പറയുന്ന സ്പെഷ്യൽ ബാച്ചുകളൊക്കെ ഉണ്ട്. അതിൽ സെപ്പറേറ്റ് അല്ലാതെ അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ആക്സസ് കിട്ടുന്ന ബാച്ചാണ് നമ്മുടെ ഇൻഫിനിറ്റി ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ബേസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് സ്വിച്ച് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ മക്കൾ, ഈ വീഡിയോ കാണുന്ന മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പാരന്റ്സുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്യുക. കാരണം 4ാം ക്ലാസ്സിലേക്ക് അവർക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റിയും 4ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയും മാറി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റിയും ഒക്കെ അവർക്കും കൺസേൺ ഒരുപാട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ബാച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിനെ പറ്റിയും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ പാരന്റ്സിനോട് എന്ത് പറയാ? നിങ്ങൾ ഈ ഒരു നമ്പറിൽ അവരോട് കോൺടാക്ട് ചെയ്യാനായിട്ട് പറയാ. ഈ നമ്പർ കണ്ടോ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയാ. എന്നിട്ട് ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ബാച്ചിൽ ഇത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക മക്കളെ. എജ്യു ഫസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അല്ലെ പ്രിപ്പറേഷൻസ് ആണെന്ന് അറിയാം. അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാം ഒക്കെ എല്ലാവർക്കും സൂപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.